ഹലോ നമസ്കാരം. മഴതോറും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് അലീനയുടെ ക്യാരക്ടർ സ്വന്തം സഹോദരനാണ്. വൈജയന്തി തൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ രോഹിത് തൻ്റെ സ്വന്തം സഹോദരനാണ്. തൻ്റെ സ്വന്തം സഹോദരൻ തെറ്റ് ചെയ്യുമ്പോൾ സാധാരണ അയ്യോ എൻ്റെ അനിയനല്ലേ, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ടല്ലേ നോക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ തെറ്റ് ചെയ്തിട്ടുള്ളവരെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അലീന. മാത്രമല്ല, ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു പോയിട്ടില്ല, ഇവിടെ ഒരു തുടക്കം മാത്രമാണ്. തന്നെ കല്ലെറിയുന്നവർക്കെതിരെ തിരിച്ചു പോരാടാനും തനിക്ക് ഇനിയും ജീവിതമുണ്ട്, അതെന്ത് സംഭവിച്ചാലും അന്തസ്സായിട്ട് ജീവിച്ച് തീർക്കുക തന്നെ ചെയ്യും, ഈ ഒരു പ്രശ്നം കൊണ്ടൊന്നും തന്നെ തളർത്താൻ പറ്റത്തില്ല എന്ന ആത്മധൈര്യത്തോടുകൂടി പുറം ലോകത്തേക്ക് വരാനായിട്ടും ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ടും ഒക്കെ ശരണ്യെ അത്രത്തോളം ധൈര്യം കൊടുത്ത്, ശിക്ഷ വാങ്ങിപ്പിക്കാനല്ല, ശരണ്യ ജീവിതത്തിലേക്ക് തിരികെ വരണം, അവൾ ഇനിയും പഠിക്കണം, ഉയരങ്ങൾ കീഴടക്കണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അലീന ശരണ്യെ മോട്ടിവേറ്റ് ചെയ്യുകയും അവളെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തോടുകൂടി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഒരുപക്ഷെ ശരണ്യ കോടതിയിൽ വന്ന് മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും തന്നെ പിച്ചു ചീന്തിയവർക്കെതിരെ ശരണ്യ മൊഴി പറയുമല്ലോ. അങ്ങനെ മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്, ആരൊക്കെ ആയിരിക്കും ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്തായാലും ശരണ്യെ തനിക്ക് കാണാൻ പറ്റി, താൻ വിചാരിച്ച കാര്യം നേടാൻ സാധിച്ചു. ഇനിയും ശരണ്യെ കാണാൻ പോകും എന്ന് അലീന പറയുന്നുണ്ടായിരുന്നു. ഇനിയും ഞാൻ ശരണ്യെ കാണാൻ പോകും, ഇനിയും അവളെ ആശ്വസിപ്പിക്കും, അവൾക്ക് ആത്മധൈര്യം കൊടുത്ത് അവളെ തിരികെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരും എന്ന് അലീന ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹരിയെ രക്ഷിക്കാനായിട്ട് പോയിട്ട് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഈ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ശിവന്. രാജീവനാണെങ്കിൽ തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി എന്തായാലും നാളെ വരത്തുള്ളൂ. അതുകൊണ്ട് ശിവൻ മാത്രമാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. ശിവൻ വന്ന ഉടനെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാനും തൻ്റെ മകനെ രക്ഷിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ കമൽ ശ്രമിച്ചു. ഇതിനിടയിൽ മനു വന്ന് ചോദിച്ചപ്പോഴും ശിവൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. MLA വഴി റെക്കമെൻഡ് ചെയ്യാൻ നോക്കിയിട്ടും ഒരു പൊടിക്ക് പോലും അടങ്ങുന്നില്ല. ഇനി കോടതിയിൽ കേസുണ്ടല്ലോ, കോടതിയിൽ വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം എന്നാണ് എല്ലാവരും പറയുന്നത്. വക്കീലും അതാണ് പറയുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇനി നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല അച്ഛാ, കാരണം പോക്സോ കേസാണ് പോലീസുകാർ ഇതിൽ ചുമത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ മനു പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ പോക്സോ കേസ് എങ്ങനെ ചുമത്തുമെന്നാണ് ഇതേപോലെ ശിവൻ മനുവിനോട് ചോദിച്ചത്. എന്നാൽ ഇത് മാത്രമല്ല, ഇതിനു മുൻപും ഹരി അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണെന്ന് ഈ ഒരു ഇതിൽ, അതായത് FIRൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പോക്സോ കേസായിരിക്കും ഹരിക്ക് നേരെ ചുമത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് രക്ഷിക്കാനൊന്നും പറ്റത്തില്ല എന്ന് മനു ആവർത്തിച്ച് പറയുമ്പോഴും അവിടെ തൻ്റെ മകൻ ചെയ്തത് തെറ്റൊന്നും അല്ല, അല്ലെങ്കിൽ തൻ്റെ മകൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നും അല്ല, ആ പെൺകുട്ടിയും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവൻ വിളിച്ചപ്പോൾ എന്തിനാണ് അവൾ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ മകനെ ന്യായീകരിക്കാനായിട്ടാണ് കമൽ ശ്രമിക്കുന്നത്. അപ്പോൾ മനു ഹരി ചെയ്ത എല്ലാ തെറ്റുകളും എണ്ണി പറഞ്ഞു. ആ പെൺകുട്ടി വിളിച്ചപ്പോൾ അവൾ ഇറങ്ങിപ്പോയി, പക്ഷെ അവനെ വിശ്വസിച്ചിട്ടാണ് അവൾ പോയത്. എന്നാൽ ഇങ്ങനെ ഒരു ക്രൂരത അവൻ ചെയ്തു. ഇത് മാത്രമല്ലല്ലോ, ഇതിനു മുൻപും അവൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അലീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അലീനെ വശീകരിക്കാൻ ശ്രമിച്ചു, പിന്നെ അവളുടെ ബാഗിൽ സ്വർണം മുക്കുപണ്ടം കൊണ്ടുവച്ചിട്ട് പിന്നെ അത് വലിയൊരു പ്രശ്നമാക്കാനായിട്ട് അവൻ ശ്രമിച്ചു. പിന്നെ ഈ പെൺകുട്ടിയെ അല്ലാതെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ബബിതെ ഒരു വീഡിയോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഹരി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവനെ ന്യായീകരിക്കരുതെന്ന് മനു പറയുകയും, ഇതിനിടയിലാണ് ശിവൻ അലീനെ ആ ഒരു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനായിട്ട് നോക്കിയ സംഭവവും അലീന ശരണ്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ നടന്ന സംഭവങ്ങളും ഒക്കെ ശിവൻ വിശദീകരിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ മനുവിന് നല്ല ടെൻഷനായി.
ആരും തന്നോട് ഈ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അലീനയ്ക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു പേടി മനുവിന് വന്നു. മനു നേരെ അലീനയെ കാണാനായിട്ട് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് അലീനയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അവർ ആദ്യം എന്നെ തെറ്റിദ്ധരിച്ചതാണ്, പക്ഷേ ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയപ്പോൾ ഓക്കെ ആയി എന്ന് മനുവിനോട് പറഞ്ഞു. എന്നാൽ എന്തിനാണ് നീ അവരെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ തെറ്റ് ചെയ്തവരെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ നോക്കുന്നതെന്നും അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ എല്ലാവരും പല രീതിയിൽ ഈ കേസിൽ നിന്ന് ബാലചന്ദ്രനാണെങ്കിലും എത്രയാണെങ്കിലും തന്റെ മകനല്ലേ, അപ്പൊ ഈ കേസിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്ന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. ഇതിനിടയിലാണ് അലീന രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അതിനുശേഷം കൃഷ്ണമോളെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അലീന നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്തും കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ചേച്ചി അങ്ങോട്ടേക്ക് വീണ്ടും എന്തിനാണ് പോകുന്നത്, വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ, ചേച്ചിക്ക് പേടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തവരാണ് പേടിക്കേണ്ടത്, തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും അലീന പറയുന്നുണ്ട്. അലീന പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ബബിത ഇതിന്റെ പേരിൽ കൃഷ്ണയോട് വഴക്കുണ്ടാക്കുകയും അവള് എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത്, ഇവിടെ പ്രതികളായ വീട്ടിൽ നിന്നും വാദിക്ക് വേണ്ടിയിട്ട് വാദിയെ കാണാനായിട്ട് അവൾ എന്തിനാണ് പോകുന്നത്, ഇവിടെ ചോറും അവിടെ കൂറുമാണോ കാണിക്കുന്നത്, അവൾ മോശമാണ്, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നൊക്കെ ബബിത അലീനയെ കുറ്റപ്പെടുത്തി. എന്നാൽ അതിനുള്ള തക്ക മറുപടി തന്നെ കൃഷ്ണമോള് ബബിതയ്ക്ക് കൊടുക്കുകയും ചേച്ചി എല്ലാവരിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് നോക്കിയത്, അല്ലാതെ ചേച്ചി ആരെയും വശീകരിക്കാൻ നോക്കിയിട്ടില്ല, എന്നിട്ട് ഓരോ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് ചേച്ചിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ചേച്ചി സ്വയം വയറ്റിൽ കത്തി കുത്തി കയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ, അങ്ങനെ എത്ര പ്രശ്നങ്ങളുണ്ടായി. അവിടെയാണെങ്കിലും ചേച്ചി ധൈര്യത്തോടു കൂടി തന്നെ പ്രശ്നങ്ങളെ നേരിട്ടില്ലേ. ചേച്ചി ഒരു അനാഥാലയത്തിലാണ് വളർന്നത്, അവിടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, പാവപ്പെട്ടവരെ രക്ഷിക്കുക, ഇതൊക്കെയാണ് ചേച്ചി പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ചേച്ചിയെ പോലെ, ബബിത ചേച്ചിയെ പോലെ ഒരു ക്രൂര സ്വഭാവമല്ല അലീന ചേച്ചിക്ക് എന്നാണ് കൃഷ്ണമോള് പറയുന്നത്. മാത്രമല്ല അമ്മയുടെയും ചേച്ചിയുടെയും കണ്ണിൽ ഇരുട്ട് വീണിരിക്കുകയാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും കൃഷ്ണ പറയുന്നുണ്ട്. എന്തായാലും ബബിതയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ബബിതയുടെ വായ അടയുകയും ചെയ്തു. എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ശരണ്യയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും അലീനയ്ക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ? ശരണ്യയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് അലീനയ്ക്ക് ഉറപ്പുണ്ട്. പക്ഷെ ശരണ്യ തിരികെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോടതിയിലെ കേസ് വരുമ്പോൾ കോടതിയിൽ പോയി സാക്ഷി പറയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ അവസ്ഥ വരും, എന്തായാലും ശരണ്യയ്ക്ക് കോടതിയിൽ പോകേണ്ടി വരും. അങ്ങനെ കോടതിയിൽ പോകുമ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? അന്ന് നടന്ന സംഭവങ്ങൾ ശരണ്യ തുറന്നു പറയുമ്പോൾ രോഹിത് ഇതിലെ പ്രതി അല്ല എന്ന് ശരണ്യ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തിന് നീതി കിട്ടുമോ? എന്തായാലും ഹരിയും കൂട്ടുകാരും കുടുങ്ങും. രോഹിത് രക്ഷപ്പെടുമോ എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം. ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.